എന്താ ചെക്കൻ മോനെ, സുഖമാണോ? ഡേവിഡ് അങ്കിൾ, അങ്കിൾ എപ്പോ വന്നു? അങ്കിൾ ഇല്ലാത്തതിന് നല്ല കുറവ് കമ്പനിയിലുണ്ടായിരുന്നു. പിന്നെ ബിസിനസ് ട്രിപ്പ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബിസിനസ് ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. ആ, പിന്നെ ഓഫീസിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് നീയും ആ സമയത്ത് തന്നെയല്ലേ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വന്നേ. പിന്നെ നീ ഉള്ളതാണ് എന്റെ ആകെ ഒരു ആശ്വാസം. ആ, ഇപ്പോ ഇവിടെ എന്താ വല്ല വഴക്ക് നടക്കുമായിരുന്നോ? അതെന്ത് ചെയ്യാനാ? അങ്കിള് പോയപ്പോ ഇല്ലാത്ത വയ്യാവേലിയെല്ലാം കൂടെ എന്റെ തല വെച്ചിട്ടല്ലേ പോയത്. പുതിയൊരു സ്റ്റാഫ് പോലും. ആ, ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. ഇപ്പൊ സ്റ്റാഫിനൊന്നും ആവശ്യമില്ലായിരുന്നു. ഓൾറെഡി ജാക്സണിന്റെ പി ആയിരുന്നല്ലോ. ഉം, എന്തായാലും അങ്കിള് പറഞ്ഞോട് പിന്നെ ഞാൻ എതിർപ്പൊന്നും പറയുന്നില്ല. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ദീക്ക് എന്താ കുഴപ്പം? ആ, മൂർത്തി എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് തന്നെ ദീനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ എടുത്ത ശേഷമാണ് ഞാൻ ഇവിടെ അപ്പോയിന്റ് ചെയ്തത്. അല്ലാണ്ട് നിന്റെ പി ആയിട്ട് വെറും ഒരു സ്റ്റാഫിനെ ഞാൻ അപ്പോയിന്റ് ചെയ്യൂ? അതും ഒരു കാര്യങ്ങളും നോക്കാതെ. ദിയനെ കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ദിയ ആരാണെന്നും നിനക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ? ആം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്കിള് വേറെ കാര്യം അറിഞ്ഞായിരുന്നോ? എന്റെ 2 മിനിറ്റിന് വൈകിയുള്ളൊരു അനിയൻ, അവൻ ഇപ്പൊ മുതൽ ഓഫീസിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മുതൽ. ആര്? അലനോ? എന്റെ പൊന്നോ, അലൻ ഓഫീസിലേക്കോ? ആഹാ, കൊള്ളാലോ. അപ്പോ അവന്റെ ജിം പരിപാടിയും എല്ലാം നിർത്തിയോ? ഇനി മുതൽ ഓഫീസിലോട്ടൊക്കെ വരാൻ തുടങ്ങാൻ മാത്രം എന്താ പറ്റിയേ? ഇനി ജസ്റ്റ് വല്ലതും പറഞ്ഞിട്ടാണോ? ഹാ, ബെസ്റ്റ്. പപ്പ എന്ത് പറയണ? പപ്പ പറഞ്ഞ അവൻ കേൾക്കും തോന്നുന്നുണ്ടോ? പിന്നെ എന്താ പറ്റിയെന്നറിയില്ല. പെട്ടെന്ന് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. അമ്മ അത് കേട്ടതും ഓക്കെ പറഞ്ഞു. പിന്നെ അച്ഛൻ പിന്നെ തടസ്സം നിൽക്കൂ. ഹാ, ഇനി എങ്ങനെ പഠിക്കട്ടെ. രാവിലെ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ പോയതേ ഉള്ളൂ. ഹാ, ഞാനിപ്പോ ബിസിനസ് ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഓഫീസ് വരെ പോയിട്ടാ വരുന്നേ. അപ്പോ ഒരു കാര്യം അറിഞ്ഞു. ഇന്നിവിടെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ മീറ്റിംഗ് ക്യാൻസൽ ആയെന്ന് പറയാൻ വേണ്ടിയാ ഞാനിവിടെ ഓടിപ്പിടിച്ച് വന്നത്. എന്താ, മീറ്റിംഗ് ക്യാൻസൽ ആയിരുന്നോ? അപ്പൊ ഇവിടെ ഉണ്ടാക്കിയ സെറ്റിൽമെന്റ് ഒക്കെ അതൊക്കെ എന്ത് ചെയ്യും? അല്ല, ഇതെന്താ പെട്ടെന്ന് വന്നിട്ട് മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുന്നത് പറഞ്ഞത്? എന്നാ പിന്നെ അവർക്ക് രാവിലെ ഒന്നും പറയത്തില്ലായിരുന്നു? ഓ മൈ ഗോഡ്, മീറ്റിംഗ് ക്യാൻസൽ. ഓ എന്റെ പൊന്നോ, അപ്പൊ ഞാൻ ഈ പണിയൊക്കെ ചെയ്ത് ആർക്ക് വേണ്ടിയിട്ടാ? നീ ദേഷ്യപ്പെടാതെ. എന്തെങ്കിലും അത്യാവശ്യ കാര്യം കാണും, അതുകൊണ്ടായിരിക്കും. പേടിക്കണ്ട, നാളത്തേക്ക് മീറ്റിംഗ് എന്തായാലും പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അറേഞ്ച്മെന്റ്സ് ഒന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും ചെയ്യണ്ട. ഇത് തന്നെ അങ്ങ് നാളെ ചെയ്താൽ മതി. പിന്നെ മുഫ്തിയുടെ രണ്ട് മകനാന്ന കേട്ടെ. വരട്ടെ, നമുക്ക് അപ്പ് ഡീറ്റെയിൽ ചോദിക്കാലോ. അങ്കിള് പറഞ്ഞപ്പോ ഞാനിപ്പോ എന്ത് പറയാനാ? നാളത്തേക്ക് നാളത്തേക്ക്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് അർജന്റ് മീറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. സോ ആർക്കും പ്രത്യേകിച്ച് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫയൽ ഇത് ഫിനിഷ് ചെയ്യാനൊന്നുമില്ല. അപ്പൊ പിന്നെ നമുക്ക് ഇന്ന് ഓഫീസ് നേരത്തെ ക്ലോസ് ചെയ്തേക്കാം. നീയോ? വാട്ട് ഈസ് സർപ്രൈസ്? നീ എന്താ ഇവിടെ? അതെന്ത് ക്വസ്റ്റ്യനാ? ഞാൻ ഇവിടെ അല്ലേ? അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്റെ ചേട്ടനെ ഞാൻ കണ്ടായിരുന്നു. നീ ഇവിടെ ഉള്ള കാര്യം അറിയില്ലല്ലോ. അല്ല, എന്താ ഈ വേഷത്തില്? ഓഫീസിലെല്ലാം പോയതാണോ? ഹാ, എന്ത് ചെയ്യാനാ മോളെ, ഓഫീസിലൊക്കെ പോയാലേ പറ്റൂ ഇനി അങ്ങോട്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്നെ ഞാൻ കാണാതിരിക്കുമായിരുന്നു. നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, നിന്റെ ചേട്ടനെ കുറിച്ച്. അവനെ കുറിച്ചോ? അവനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളേ? ഓ, ആ കാര്യം വേണം. എനിക്ക് ആ ഒരു കാര്യമൊക്കെ അറിയാം. അന്ന് ഓഫീസിലിരുന്ന കാര്യമാണോ? അപ്പൊ നീ പറഞ്ഞു വരുന്ന ഇപ്പോഴും അവരുടെ അടിയും വഴക്കൊന്നും മാറിയിട്ടില്ലെന്നാണോ? ഇപ്പോഴും ഓഫീസിൽ കൂടെ സീനാണോ? എനിവേ, കൺഗ്രാചുലേഷൻസ്. ഇത് നമ്മളെല്ലാം ഒരു ഫാമിലി ആണല്ലോ. അല്ല, എന്തിനിപ്പോ കൺഗ്രാചുലേഷൻസ്? ഓ, അതൊക്കെ ഭയങ്കര സർപ്രൈസാ. എന്തായാലും എല്ലാരും വെയിറ്റിംഗ് ആണ്. അപ്പൊ നിനക്ക് വെയിറ്റ് ചെയ്തൂടെ? എല്ലാരും? ആരെയും എല്ലാരും? എന്റെ പൊന്നു ബൂട്ടോസേ, ഇതുവരെ നിനക്ക് മനസ്സിലായില്ലേ? ആർമീസിന് തന്നെ ഡൗട്ട്.
ആരൊക്കെ തമ്മിലെ പേരെന്ന്. ആ എന്ത് ചെയ്യാനാ, എല്ലാവരും ചില പ്രിഡിക്ഷനിലൊക്കെ എത്തി. ബട്ട് ആർക്കറിയാം, ആർക്കാ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നോക്കട്ടെ. ആ കമന്റ് ബോക്സ് ഒക്കെ ഞാൻ വായിച്ചു. ആ, പക്ഷെ എനിക്ക് നല്ല സങ്കടമുണ്ട്. എഡിറ്ററെ കുറിച്ച് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. പക്ഷെ ആർമിസിനൊന്നും എന്നെ വേണ്ടല്ലോ, അതെന്താ അങ്ങനെ? എന്നെ കുറിച്ചൊന്നും ചോദിക്കുന്ന പോലെയല്ലല്ലോ. ആര് പറഞ്ഞു നിന്നെ കുറിച്ച് ചോദിക്കുന്നില്ലെന്ന്? നിന്നെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എല്ലാരും ചെറിയ കൺഫ്യൂഷനിലാണ് ഈ പെയറിങ് എങ്ങനെയാന്ന്. അതിന്റെയാ കുറച്ചുകൂടെ കഴിയാൻ വേണ്ടോ പെയറിങ് ഒക്കെ എങ്ങനെയാകുന്ന എല്ലാവർക്കും മനസ്സിലാക്കി കഴിയുമ്പോ ഓഫ് കോഴ്സ് നമ്മളെ കുറിച്ച് എല്ലാരും ചോദിക്കും. ആ, എന്നാ ശരി. ആ, ഇനി നമ്മളെ കാണാം. ആ, എന്റെ സിസ്റ്റർ തന്നെ ഓഫീസിലെ വർക്ക് ചെയ്യുന്നേ. ഇനി നമ്മളെപ്പോഴാ കാണുക? അതോർത്ത് നീ പേടിക്കണ്ട, ലോകം വളരെ വിശാലമാണല്ലോ, എവിടെയെങ്കിലും വെച്ച് കാണും. പിന്നെ അധികം വൈകാതെ പെട്ടെന്ന് കാണുന്ന പ്രതീക്ഷിക്കുന്നേ. എന്തായാലും ഇത്രയും വർഷം ശേഷം കണ്ടിട്ട് ഒന്ന് നല്ലപോലെ മിണ്ടാൻ പോലും പറ്റിയില്ല. എന്തായാലും ടൈം ഉണ്ടല്ലോ. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ജെകെയും അവരുടെ ജോലിക്കിടയിൽ അടിയും വഴക്കും പിണക്കങ്ങളുമാണെങ്കിലും പക്ഷെ അലനും ദിയയും തമ്മിൽ ഒരു നല്ലൊരു സൗഹൃദം കൂട്ടിയുറപ്പിക്കുന്നു. അതേസമയം തന്നെ ജെകെയും ദിയയും തമ്മിൽ 24 മണിക്കൂർ അടിയാണ് കേട്ടോ. നമ്മുടെ ആൻ ആണെങ്കിൽ അവളുടെ ജോലി റിസൈൻ ചെയ്ത് സ്വന്തം കമ്പനി ഏറ്റെടുത്ത് നോക്കുന്നു. പേരൻസ് ആണെങ്കിൽ അവര് കാണണമെന്ന് ആഗ്രഹിക്കുന്നല്ലാതെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോ നമുക്ക് കഥയിലേക്ക് പോയാലോ? ഇച്ചായ, എന്തെങ്കിലും ചോദിക്കാവോ? ഇപ്പൊ കുറെ നാളെ. എന്ത് ചോദ്യമാണ് നീ പറയുന്നേ? ഓ, ഇങ്ങനെ കൊണ്ട് എന്റെ പൊന്നു മനുഷ്യ, എന്താണെന്ന് ഇത്രയോടെ മറന്നുപോയോ? നമ്മൾ ഇത്രയും നാളായിട്ട് ചോദിച്ചില്ല. ഇനിയെങ്കിലും ചോദിക്കുക. അവനായിട്ട് വല്ലതും ചെയ്യുന്നതിന് മുമ്പ് നമ്മളായിട്ട് വല്ലതും ചോദിക്കുന്നതല്ലേ നല്ലത്. എന്താ അമ്മേ, അമ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആ ഇച്ചായ പറ. ഇച്ചായ ഇത്ര നേരം എന്നോട് പറഞ്ഞില്ലേ, അതൊന്ന് ചോദിക്കാം അവനോട്. അത് വേറൊന്നുമല്ല മോനെ, നമ്മുടെ തീയടയ്ക്ക് കാര്യമില്ലേ? നമ്മുടെ തീയോ? അല്ല, അവളെപ്പോഴാ നമ്മുടെ തീയേ? ഒന്ന് പോടാ അവിടുന്ന്. ആ ദിയ നമ്മുടെയൊക്കെ ഫാമിലി മെമ്പർ തന്നെയാ. അച്ഛൻ പറച്ച എന്താ അച്ഛൻ പറയാനുള്ളേ? ഓ, അത് പിന്നെ പണ്ടേ നീ അവളുടെ ഭാഗത്താണല്ലോ. അവളെ പറഞ്ഞാ നിനക്കല്ലേ തോന്നേ? ആ അതെ, പുള്ളു. എന്തേ? അല്ല, നിനക്ക് നിന്റെ ആനെ പറയുമ്പോ പുള്ളുവല്ലോ, അപ്പൊ പിന്നെ ദിയനെ പറയുമ്പോ എനിക്ക് പുള്ളിയെന്താ കുഴപ്പം? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഓ അങ്ങനെ. എനിക്ക് ആനെ പറയുമ്പോ ഈ വ്യതിരിക്കുന്ന കാരണം വെച്ചാല് ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പോ അവളെ പറയുമ്പോ എനിക്ക് നോവും. പക്ഷെ ദിയുടെ കാര്യത്തിൽ നിനക്ക് അങ്ങനെയാണോ? അല്ലല്ലോ, അവളെ നിനക്ക് അറിയത്തു പോലില്ല. ഇടയ്ക്ക് അങ്ങനെ പരിചയപ്പെട്ടു. ലോകത്ത് എങ്ങും ഇല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാര്യം എന്താ? അവളുടെ വായില് നാക്കല്ലേ. ഓ, അവള് നിന്നോട് അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലേ അത് നിന്റെ കയ്യിരിപ്പ് കൊണ്ടാ. അവള് ഞാൻ കേട്ടിട്ടുള്ളതില് നിന്നോട് മാത്രമേ സംസാരിക്കുന്നേ. ബാക്കിയുള്ളവരോടൊക്കെ എന്ത് മര്യാദ സംസാരിക്കുന്നേ? എന്നോട് സ്പെഷ്യൽ ആയിട്ട്. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ദിയയ്ക്കും ആനും വേണ്ടി തല്ലുകൊള്ളല്ലേ? അച്ഛൻ എന്താ പറയാനുള്ളത് കേക്ക്. സോറി അച്ഛാ, യു കണ്ടിന്യൂ, പറഞ്ഞു. വേറൊന്നുമല്ല, എന്തായാലും ജക്കി ഇത്രയും പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് ജക്കിക്ക് ആനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് അത് വെറും എന്താ പറയാ ഒരു കളിത്തമാശയായിരിക്കും. പക്ഷേ ഈ മാസങ്ങൾ കൊണ്ട് മനസ്സിലായി അങ്ങനല്ലെന്ന്. എന്തായാലും ഇതുവരെയായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം ജയക്കിക്ക് ആനെ ഇഷ്ടമാണെന്ന്. പക്ഷേ നമ്മളിതൊരു ഡേവിഡിനോടും അവരുടെ ഫാമിലിയോടൊന്നും പറഞ്ഞില്ല. പിന്നെ പ്രത്യേകിച്ച് ആനോട് പോലും പറഞ്ഞിട്ടില്ല. അപ്പോ അതൊക്കെ ഒന്ന് പറയണ്ടേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് വേഗം കാര്യപരിപാടികളിലേക്ക് പോകുന്നതാണ് നല്ലത്. എന്താ മോനെ അലൻ, നിന്റെ ചാട്ടം എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വേണ്ട കേട്ടോ. നീ പോടെ ഇറക്ക. അല്ല, നീ പറഞ്ഞ എന്നാ ഞാൻ കേട്ടിട്ടുള്ളത്? നീ പിന്നെ കണ്ണൂരുടെ ഞാൻ പേടിക്കുന്നൊക്കെ കരുതി എന്ന് പറഞ്ഞ് എല്ലാ കാര്യം ഞാൻ നിന്നെ പേടിക്കുന്നില്ല കേട്ടല്ലോ. അച്ഛൻ വേണമെങ്കിൽ ആ ഫാമിലിയെ വിളിച്ചിട്ട് എന്നാന്ന് വെച്ചാൽ പറയാ, നമ്മളെല്ലാം കട്ട സപ്പോർട്ടൊക്കെയാണ്. അലൻ പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തായാലും അവരോടൊന്ന് പറയുന്ന നല്ലത്. നമുക്ക് ഈ ഒരു മാരേജ് പെട്ടെന്ന് നടത്തുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ? ഞാനൊരു ഐഡിയ പറയട്ടെ. പറയുന്നതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ ചെന്ന് പറയുന്നൊക്കെ. നമുക്ക് ഈ ഒരു മാരേജ് പ്രപ്പോസലിനല്ലേ പറഞ്ഞേ? അപ്പോ അതൊരു മാരേജ് പ്രപ്പോസൽ പോലെ തന്നെ എന്ന് വെച്ചാ ഈ ലെറ്റർ അയച്ച്
നമ്മുടെ ഈ ഇൻവിറ്റേഷൻ സ്വീകരിക്കുന്ന പോലെ അങ്ങനത്തെ ടൈപ്പ് ഒരു നോക്കിയാലോ. അച്ഛന്റെ ഒരു പേരൊക്കെ കേൾക്കുവാണെങ്കിൽ ഡേവിഡ് അങ്കിളിന് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അത് പിന്നെ നമ്മുടെ ജെക്കെ കൂടെ ആകുമ്പോ പിന്നെ പറയണ്ടല്ലോ. എന്താ പിന്നെ വൈകിപ്പിക്കണ്ട. നാളെ തന്നെ നമുക്കൊരു മാരേജ് പ്രപ്പോസൽ ആയിട്ട് ഒരു ലെറ്റർ കൊടുത്തേക്കാം. ഞാൻ വേണമെങ്കിൽ ജാക്സനെ വിളിച്ച് ഒരു ഡിസൈനർ പറഞ്ഞിട്ട് നമുക്കൊരു കാർഡ് റെഡിയാക്കാം. എന്തായാലും നാളെ തന്നെ ആവട്ടെ, അധികം വൈകിപ്പിക്കണ്ട. ഇച്ചായ, ദേ ഡി എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ഇച്ചായന്റെ പേരിൽ വന്നിരിക്കുന്നത്, ഒന്ന് നോക്കിക്കേ. ഡി എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരിലോ? അത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയല്ലേ? അല്ല, അച്ഛന്റെ പേരിൽ എന്തിനാ വരുന്നത്? എന്താ അത് നോക്കിക്കേ. ഇത് വേറൊന്നുമില്ല, എന്റെ ഫ്രണ്ട് ജസ്റ്റിൻ അയച്ചതാ. എന്ത്, ജസ്റ്റിനോ? ജസ്റ്റിൻ സാറിനെ അച്ഛനറിയാവോ? നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണോ? ആ, ഞാനും ജസ്റ്റിനും ഒന്നിച്ചു വിളിച്ചുതരാം. പിന്നെ ആകെയുള്ള ആശ്വാസം എന്റെ മോളും അവിടെ തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നുള്ളതാ. നിങ്ങളോട് പറയാൻ മറന്നുപോയതാ. പക്ഷേ എന്തിനാ ജസ്റ്റിൻ എനിക്ക് ലെറ്റർ അയച്ചു എന്ന് മനസ്സിലാവുന്നില്ല. ആ, അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അച്ഛനും ജസ്റ്റിൻ സാറും ഒന്നിച്ച് പഠിച്ചാരാ? ഓ ഗോഡ്. അച്ഛൻ ഒന്ന് നോക്ക്, അത് എന്തിന്റെ ലെറ്റർ ആണെന്ന്. എന്ത്, മാരേജ് പ്രപ്പോസലോ? മാരേജ് പ്രപ്പോസലോ? ആർക്ക്? എന്തിന്? ഇത് ഈ പ്രപ്പോസൽ വന്നിട്ട് ആനനാ.